സ്മാർട്ടായി തദ്ദേശ സ്ഥാപനങ്ങൾ. തദ്ദേശ വകുപ്പിന്റെ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കെ സ്മാർട്ട് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. സർക്കാർ ഓഫീസുകളിൽ അഴിമതി കുറയ്ക്കുകയല്ല, പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരിക്കണം ഓരോ സ്ഥാപനങ്ങളുടെയും ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപേക്ഷകരെ അനാവശ്യമായി പീഡിപ്പിക്കരുതെന്നും കെ സ്മാർട്ട് പദ്ധതി സുവർണാവസരമായി കാണണമെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. അഴിമതി കുറഞ്ഞാൽ പോരാ, അഴിമതി ഇല്ലാതാവണം. അതാണ് നാം ലക്ഷ്യമിടുന്നത്. നിങ്ങൾക്കറിയാം, ചിലർ ഇതൊരു കലയായി സ്വീകരിച്ചവരുണ്ട് എന്ന്. എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ ഇതൊരു പ്രത്യേക അവകാശം പോലെ കരുതി നടക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഒരു സുവർണാവസരമാണ്. ഈ ഓൺലൈനിൽ എല്ലാ സേവനങ്ങളും നൽകുക എന്നുള്ളത് പൂർണ്ണമായി നടപ്പിലാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാത്തതിനെ ഇനി ജനങ്ങളിലേക്കെത്തും. ഇത്തരത്തിലാണ് കെ സ്മാർട്ട് മൊബൈൽ ആപ്പിൻ്റെ പ്രവർത്തനം. ആദ്യം കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമാണ് കെ സ്മാർട്ടിൻ്റെ സേവനം ലഭിക്കുക. ഏപ്രിൽ 1 മുതൽ മുഴുവൻ പഞ്ചായത്തുകൾ കൂടി കെ സ്മാർട്ട് ആപ്പിൻ്റെ പരിധിയിലേക്കെത്തും. ആപ്പ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്, ഡൗൺലോഡ് ചെയ്യാം. ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അവിടെ വരുത്തേണ്ട ക്രമീകരണങ്ങളുണ്ട്. മിക്കവാറും ഉദ്യോഗസ്ഥരെല്ലാം ഇങ്ങോട്ട് വന്നതുകൊണ്ട് നാളെ മുതൽ എല്ലാ നഗരസഭകളിലും ഈ ക്രമീകരണങ്ങൾ വരുത്തുകയും ഇത് പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും. മാത്രമല്ല, ഏപ്രിൽ 1 കൂടി പഞ്ചായത്തുകളിലേക്ക് പോകും. കാരണം പഞ്ചായത്തുകളിൽ താരതമ്യേന എളുപ്പമാണ് കുറച്ചുകൂടി. കെ സ്മാർട്ട് മൊബൈൽ ആപ്പിലൂടെ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും പരാതികളുടെയും നിലവിലെ സ്ഥിതിവിവരങ്ങൾ അപേക്ഷകന് വാട്സപ്പ്, ഇമെയിൽ എന്നിവയിൽ കൂടി എളുപ്പത്തിൽ ലഭ്യമാക്കുമെന്നതാണ് ആപ്പിന്റെ സവിശേഷത. മൊബൈൽ ആപ്പിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. തുടക്കത്തിൽ ജനനമരണ, വിവാഹ രജിസ്ട്രേഷൻ, വ്യാപാര വ്യവസായ ലൈസൻസ്, വസ്തുനികുതി, യൂസർ മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഫിനാൻസ് മൊഡ്യൂൾ, കെട്ടിട നിർമ്മാണാനുമതി, പൊതുജന പരാതി പരിഹാരം എന്നിവ 8 സേവനങ്ങളായിരിക്കും ലഭ്യമാക്കുക. ഇൻഫർമേഷൻ കേരള മിഷനാണ് കെ സ്മാർട്ട് ആപ്പ് വികസിപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.